മലപ്പുറം ജില്ലയിൽ തിരുനാവായയിൽ കുംഭമേള വന്നപ്പോ ഒരു ജാതി ഒരു മതവും രാഷ്ട്രീയം ഒന്നും ആരും നോക്കിയില്ല. എല്ലാവരും കട്ടക്കങ്ങ് കൂടെ നിന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കച്ചവട സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാര്യം കൗതുകത്തോടു കൂടി കാണാനുള്ള അവസരമുണ്ട്. എന്നാൽ മതസൗഹാർദ്ദത്തെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും ഇവിടെ വന്ന് സംസാരിച്ചത് കേട്ടപ്പോ തന്നെ എനിക്കിതിന്റെ പിന്നിലൊരു ചെറിയ പ്രോബ്ലം തോന്നിയതാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമുക്ക് മതസൗഹാർദ്ദം ഉണ്ട്. ഈ പാർട്ടിക്കാർ വോട്ട് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് ഹിന്ദു മുസ്ലിമും പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ തലയിൽ തുടക്കത്തിൽ കാക്ഷായ വസ്ത്രധാരികളായ ആളുകൾ പലതും വെച്ചപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണെന്നുള്ളതാണ്. അതായത് മലപ്പുറം ജില്ലയെ കരിവാരി തേക്കാൻ തന്നെയാണ് ചില ആളുകൾ മുതിരുന്നതെന്ന് വ്യക്തമായി മനസ്സിലായി. കലികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഉദിക്കൂ. ഇപ്പൊ കുംഭമേള കഴിഞ്ഞ് പരിപാടിയൊക്കെ അവസാനിച്ചു. പക്ഷേ കുംഭമേള അവസാനിക്കുന്നത് വരെ ഇവര് വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. ഇവരാരാണെന്ന് അറിയാമല്ലോ, ചില നികൃഷ്ട ജീവികളാണ്. തമ്മിൽ തല്ലി എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഒരു പിടിപാടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കൂതറകള്. യവനോർത്തൻ പറയുന്നു, ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? എന്താ നടക്കുന്നത്? വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് ആ പ്രോഗ്രാം നടന്നില്ലേ? അവിടെ മുസ്ലിം സഹോദരന്മാരുടെ വീടിന്റെ ഗേറ്റ് വാഹനം പാർക്ക് ചെയ്യാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ കേട്ടില്ലേ? മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെ വീടുകളാണ്. ഞാൻ അതും കൂടെ കണ്ടു. എല്ലാവരുടെയും ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് അവിടെയൊക്കെ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കമൽഹാസൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പിച്ചയല്ല ചോദിക്കുന്നത്, ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ അവകാശമാണ് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോ അതിനെ കളിയാക്കിയ മലയാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. നമ്മുടെ ഫണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുമല്ലോ, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ബംഗ്ലാദേശിനെ പോലെ പാകിസ്ഥാനെ പോലെ ആക്കരുത് പറയുമ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പാകിസ്ഥാനിൽ ഉണ്ടാവാം. ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പറയും നിങ്ങൾ. ഈ കാഷായ വസ്ത്രം ധരിച്ച ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലേ? നിങ്ങളത് കാണുന്നില്ലേ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന സന്യാസിമാർക്ക് കുറച്ചെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവില്ല എന്നുള്ളത്. നല്ല അടിപൊളി രാഷ്ട്രീയത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ളത്. അത് അടിപൊളി എന്ന് പറയാൻ കഴിയില്ല, നികൃഷ്ടമായിട്ടുള്ള അതിവികൃതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഹിന്ദുവും മുസൽമാൻ അടിപൊളിയാണെന്ന് പറയുന്ന അതേ നാക്ക് പരിപാടി കഴിയുമ്പോൾ അവരിതൊന്നും RSSന്റെ വല്ല സമ്മേളനമാണോ നടക്കുന്നത്? അല്ലല്ലോ. അവിടെ നടത്തൊരു കുംഭമേളയല്ലേ. കുംഭമേള അടിപൊളിയായിട്ട് നടന്നു, കഴിഞ്ഞു, പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ അവിടെ എന്തിനാണ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള പ്രസംഗം? മനസ്സിലാവുന്നില്ല. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, ബാക്കി കേൾക്കാം. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്നും പറയുന്നു. ഹിന്ദു രാജ്യമാണ് ഇത് എന്ന് 100-150 തവണ പറഞ്ഞ BJP-ക്കാരാ ഡെയിലി പറയുന്നുണ്ട്. അതേപോലെ തന്നെ 100, അതായത് എന്താ RSSന്റെ 100-ാം വർഷം കഴിയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഞങ്ങൾ ഹിന്ദു രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് ഇവിടെയുള്ള മുസൽമാനല്ല. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. കുറച്ച് കീടങ്ങളാണ്, ജന്തുക്കൾ എന്നാണ് ശരിക്കും പറയുക. ഹിന്ദുക്കൾ ജന്തുക്കൾ എന്ന് ചില ആളുകൾ പറയും. ചില ആളുകളെ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ചില നല്ല ആളുകളുണ്ടേ. ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദു രാജ്യമാണ് എന്ന് 24 മണിക്കൂറും പറയുന്നത് ആരാണെന്നൊന്ന് ഒന്ന് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ ചിലപ്പോൾ താങ്കളെ മുഖം കൂടി കാണാൻ പറ്റും. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു, മതമാണ് മതമാണ്, മതത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. അതേ സാധനം തന്നെയാണ് BJP RSSും പറയുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആള് തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? ഇതൊരു പബ്ലിക് പ്ലേസാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കും. പൊട്ടന്മാരാണോ? എനിക്ക് ചോദിക്കാനുള്ള ആ മുന്നിൽ ഇരുന്ന് കാണുന്ന ആളുകളെയാണ് അത് വിളിക്കാൻ തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസപരമായ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വിശ്വാസം മാത്രം മതി, അവിടെ രാഷ്ട്രീയം വേണ്ട. അവിടെയാണ് ഈ വന്ന് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇരുന്ന് കാണാൻ കുറെ ആൾക്കാർ. ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ
നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും. ഈ ഭാരതത്തിലെ ജനാധിപത്യം അത് ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞാനൊരു ഹൈന്ദവനാണ്, എനിക്ക് വലിയ പ്രശ്നമൊന്നും വരാനില്ല. നേരെ തിരിച്ച് NRC അതേപോലെ തന്നെ ബീഫ് കൈവശം വെച്ചു എന്ന് പേര് പറഞ്ഞ് തല്ലിക്കൊല്ല, പ്രത്യേക സമ്മാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജനാധിപത്യം ഹിന്ദുവിനെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ, മുസൽമാനെയും ക്രൈസ്തവനെയും ഒരു തരത്തിലും സപ്പോർട്ടില്ല എന്നുള്ളതാണ്. അനുഭവം പഠിപ്പിച്ചതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്മസ് ആഘോഷങ്ങൾ എന്തിനാ തകർക്കുന്നത്? തല്ലി തകർക്കേണ്ട കാര്യം എന്നുള്ളത്. പള്ളി എന്തിനാ തകർക്കുന്നത് മുഴുവൻ നിങ്ങളാ, നിന്റെ രാഷ്ട്രീയ പാർട്ടി കാഷായ വസ്ത്രം ധരിച്ച് രാഷ്ട്രീയം പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് വലിയ വിശ്വാസികളാണെന്നുള്ളത്. തനിക്കൊക്കെ തന്നെ മുണ്ടും കൊറിയിട്ട് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ട് അധികം കാലവും ചരിത്രമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വിശ്വാസം വിഡ്ഢിത്തരമായി പോയി. നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. നല്ല പ്രയോഗം. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. സത്യം പറഞ്ഞ ഇത്രയും സ്നേഹമുള്ളൊരു നായിന്റെ മോനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ വർഗീയത പറയുന്ന ആളുകളെയൊക്കെ എന്താ പറയണ്ടേ? വർഗീയത പറയാനാണ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കയറി വന്നതെന്ന് കുംഭമേള കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ല, കുംഭമേളക്ക് മുന്നേ തന്നെ കുറെ കാഷായ വസ്ത്രം ധരിച്ച ആളുകൾ ഇത് ആരെന്റെയും വാപ്പാന്റെ സ്ഥലമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതും ഞങ്ങൾ കണ്ടതാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. മുസൽമാനെ എങ്ങനെയെങ്കിലും ഒന്ന് ടാർഗറ്റ് ചെയ്യണം, അതിനുവേണ്ടി തന്നെയാണ് അവർ വന്നത്. എന്നാൽ BJP-കാരികൾ ഇതിനിടയിൽ, കാരികളും കാരന്മാരും ഇതിനിടയിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ മലപ്പുറത്തിനെ പൊക്കി പറയുന്നതും എന്നാൽ മലപ്പുറം ജില്ലയെ ഏത് രീതിയിലാണ് കാണുന്നതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതീവ സ്നേഹവും അതീവമായിട്ടുള്ള സൗഹാർദ്ദവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാമാഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചു. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. മലപ്പുറം ജില്ല ഏത് രീതിയിൽ അവർ കാണുന്നെന്ന് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, ഒന്ന് കേട്ടോളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയ്ക്ക് 2 മക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ. മിസ്റ്റർ അബ്ദുൾ റബ്ബിന്റെ വീട്ടില് കുട്ടികളൊക്കെ പ്രസവിക്കുന്നത് 2, മാക്സിമം 3 ബന്ധുക്കളൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ പാവം മുസ്ലിം പെൺകുട്ടികളെ അറബി കല്യാണം കഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരറബി പോകും. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ നിർവാഹമില്ല മലപ്പുറത്ത്. ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. അവിടെ തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗിലെ MLA-മാർക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ എന്താക്കി ഉപയോഗിക്കുകയാണെന്ന് അറിയുമോ? എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രസവിച്ചുകൊള്ളൂ എന്ന് പറയുകയും. ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് സർക്കാരുടെ വീട്ടിലെ പെൺകുട്ടികൾ 2ഓ 3ഓ പ്രസവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഉപകരണമാക്കിയിട്ട് എൻ്റെ സഹോദരിമാരായ മുസ്ലിം സ്ത്രീകളെ വടക്കൻ കേരളത്തിൽ മാറ്റിമറിച്ച് അവർക്ക് ശാരീരികമായ സ്വാസ്ഥ്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. ഇതാണ് ശോഭ സുരേന്ദ്രൻ, കേട്ടില്ലേ? അപ്പൊ ഇമ്മാതിരി ഊളത്തരാണ് ഇവരെ മനസ്സിലാക്കുള്ളത്. അതിന്റെ ഇടയിൽ മേജർ രവി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കൊല്ലം തുളസി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവരൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് വന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അവര് രാഷ്ട്രീയം തന്നെയാണ് നോക്കിയത്. മലപ്പുറം ജില്ല എന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും അവർ എടുത്തെടുത്ത് പറയുക അല്ലെ. ഇവിടെ ഈ ഒരു സന്യാസിയോ ഋഷിയോ ഏത് തേങ്ങ കൊലയാവട്ടെ, അയാൾ വന്ന് പറഞ്ഞ ഊളത്തരത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈന്ദവനായ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല.